ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 127 അധ്യായം 3-ാം വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ദൈവത്തിന്റെ സമ്മാനവും. എന്ന ഈ റീലിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുമ്പോൾ പ്രത്യേകമായിട്ട് പ്രവാചക നേതൃത്വത്തിൽ ഇന്ന് നാളെ കഴിഞ്ഞ് 3 ദിവസങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എത്രയോ ദമ്പതികളാണ് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുക. രാത്രി മുഴുവൻ കരഞ്ഞു തീർക്കുന്ന അനേക ജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. മക്കളില്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ ഈ ധ്യാനം നടത്തിയപ്പോൾ ഓൾമോസ്റ്റ് 500 എബോ കപ്പിൾസ് നമ്മുടെ ഈ റിട്രീറ്റിൽ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം ഇന്നാണ് ആരംഭിക്കുക. അത് എത്ര പേരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങൾ ചെയ്യണം. ഈ നാളുകളിൽ നടത്തിയ ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഏറെയാണ്. അതൊന്നും നമ്മുടെ കഴിവല്ല. മനുഷ്യൻ എത്രയൊക്കെ ആഗ്രഹിച്ചാലും എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താലും ദൈവം തിരുമനസ്സാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ ലഭിക്കില്ല. കാരണം ജീവൻ എപ്പോഴും ദൈവത്തിന്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം കനിഞ്ഞ് ഒരു കുഞ്ഞിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സന്തോഷമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ത്യൻ സമയം വൈകുന്നേരം നമ്മൾ ആരംഭിക്കുന്നു. 6:30 നമ്മൾ